2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് റാങ്ക് നേടിയ കേരള ടോപ്പറായി മാറിയ ദേവാനന്ദിനെ കാണാനായിട്ട് ദേവാനന്ദിന്റെ ആലപ്പുഴയിലെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളോട് വന്നപ്പോഴത്തേനും കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇവിടെ വരുന്നു, ദേവാനന്ദിന്റെ വീട്ടിൽ വരുന്നു, കേക്കുകൾ മുറിക്കുന്നു, ആഘോഷിക്കുന്നു. ഇങ്ങനൊരു സ്വപ്നം, ഇങ്ങനൊരു ജീവിതം, അതായത് ഇങ്ങനൊരു ദിവസം യാഥാർത്ഥ്യമാകുമോ? എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഒത്തിരി ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് കേക്ക് മുറിക്കുന്നു. ബ്രില്യന്റിന്റെ ഭാഗമായിട്ട് ജോർജ് സാറുണ്ട്, അധ്യാപകരുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു നേട്ടത്തെ? കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയതില് ഭയങ്കര സന്തോഷം. അതിനേക്കാളും സന്തോഷം ഇവിടെ വീട്ടിലോട്ട് വന്നപ്പോ ഇത്രയും പേരൊക്കെ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഫസ്റ്റ് റാങ്ക് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഓൺലൈൻ ആയിരുന്നല്ലോ, അപ്പൊ എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ അറിയില്ല ഇങ്ങനെ 100% സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാലും കിട്ടിയപ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. പേരൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ദിവസം, അതായത് ഇത്ര മാത്രം മീഡിയാസിന് മുൻപിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. മകനെ കുറിച്ച്, നേട്ടങ്ങളെ കുറിച്ച് അഭിമാനമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ജെ അഡ്വാൻസിലുണ്ട്, ജെയ്മെയിലുണ്ട്, എല്ലാം മിന്നുന്ന റാങ്കുകൾ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെ തോന്നി ഈ ഒരു നിമിഷത്തെ? ആദ്യമായിട്ട് ഞങ്ങൾക്ക് പിന്നെ നന്ദി പറയേണ്ടത് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനോട് തന്നെയാണ്. 9ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ ക്ലാസ് മുതൽ അവൻ ബ്രില്യൻറ്റിൻ്റെ, ഞങ്ങളും അവനും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൂടി അതിൻ്റെ കൂടെ ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അവനതിൻ്റെ മാക്സിമം ഞങ്ങൾക്ക് നേടിത്തന്നു. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ. അതാണ് 2020 കൊറോണ സമയത്ത് വീട്ടിലെ സ്കൂളുകളൊക്കെ അടച്ചിരുന്ന സമയത്ത് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ അംഗത്വം എടുത്ത് അത് എൻ്റർ ചെയ്തിട്ട് ആ സമയം മുഴുവനും ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും ക്ലാസ്സുകളും എല്ലാം കണ്ട് അതിനകത്തെ പരീക്ഷകളും മാക്സിമം എഴുതി അതിനകത്ത് കിട്ടിയ സ്കോറുകളെ പറ്റി അനലൈസ് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ അതായത് ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ചാണ് ദേവാനന്ദ് മകൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിനെ പറ്റി നമുക്ക് എന്താ പറയുക, ഏറ്റവും അൾട്ടിമേറ്റ് ആ ലെവലിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് നല്ല ഒരു കോച്ചിങ് രീതിയാണ് ബ്രില്യൻറ്റിന് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ 9ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ തുടങ്ങി 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് +1ൻ്റെ 10ാം ക്ലാസ്സിൽ നല്ല CBSE 500-ൽ 499 മാർക്കോടുകൂടി ടോപ്പ് എത്തിയായിരുന്നു. പിന്നെയാണ് +1 +2ലേക്ക് പിന്നെ അവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് മാറിയതും അവിടുത്തെ കോച്ചിങ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് വളരെയധികം എഫക്റ്റീവാണ്. അവിടുത്തെ സാറന്മാരുടെ ക്ലാസ്സുകൾ, ഡിസ്കഷൻ മോഡ്, പരീക്ഷ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അത് ഞങ്ങളിനി മറ്റുള്ളവരോടും നമ്മുടെ ഇവൻ്റെ കൂട്ടുകാർ തന്നെ പലരും ബ്രില്യൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ നീറ്റിലായാലും പിന്നെ JEE-ക്കാണെങ്കിലും ഒക്കെ കൂട്ടുകാർ പലരും 10ാം ക്ലാസ്സിലൊക്കെ +2-ലൊക്കെ പഠിച്ച മറ്റു സ്കൂളുകളിൽ പഠിച്ചവരൊക്കെ ഇപ്പം നിലവിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു, റിപ്പീറ്റർ ബാച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു എഞ്ചിനീയറിംഗ് ദിവസം, അതായത് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളുടെ എല്ലാം റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ശനിയാഴ്ച വളരെ മനോഹരമായിട്ട് ബ്രില്യൻ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ഫസ്റ്റ് റാങ്ക് എന്ന രീതിയിൽ ടോപ്പോടുകൂടി, അതായത് അത്രമാത്രം അഭിമാനത്തോടുകൂടി പല ബ്രില്യന്റിലേക്ക് വരുന്നു, അധ്യാപകരെ കാണുന്നു. എങ്ങനെ ഓർക്കുന്നു ആ ഒരു നിമിഷങ്ങളെ? ഭയങ്കര സന്തോഷം. സ്വപ്നം കണ്ടിരുന്നു ഒരു പക്ഷേ ബ്രില്യന്റിൽ ആദ്യമായി ജോയിൻ ചെയ്തപ്പോൾ? അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ റിസൾട്ട് ഇന്ന് വരുമെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഈ ആഴ്ചയാണല്ലോ വിക്ടറിയുടെ. അപ്പൊ കീമിന്റെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഈ വിജയത്തെ കുറിച്ച്? ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഫോൺ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ബെല്ലടിക്കുന്ന കേട്ട് ഒരുപാട് പ്രാവശ്യം റിങ് ചെയ്തപ്പോൾ മറ്റുള്ള ടീച്ചേഴ്സ് എടുത്തു. പിന്നെ എൻ്റെ കൊണ്ട് തന്നപ്പോൾ ഇങ്ങനെ മോനാണ് എഞ്ചിനീയറിങ്ങിന് ഒന്നെന്ന് അറിഞ്ഞു. അപ്പം നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം ഇവൻ എന്നോട് പറയുമായിരുന്നു എനിക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തായാലും 5-നകത്ത് കാണുമായിരിക്കുമല്ലോ എന്ന് ഇന്ന് രാവിലെയും ഞാൻ പറഞ്ഞേ, 5-നകത്ത് കാണുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് പോരുമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേനും അവിടുന്ന് വേറൊരു ലോകത്ത് ഞങ്ങള് വീട് പൂട്ടിയിട്ടിട്ടല്ലേ പോകുന്നത്. അപ്പൊ തൊട്ടയൽവക്കത്തുള്ളവരും എല്ലാരും കൂടെ സഹായിച്ച് ഇത്രയൊക്കെ. അപ്പൊ വലിയ സന്തോഷം, ദൈവാനുഗ്രഹം, ഈശ്വരന്മാർക്ക് നന്ദി പറയും. പിന്നെ അവൻ ബ്രില്യൻറ്റിന്റെ ക്ലാസ്സുകളെ പറ്റി എപ്പോഴും വീട്ടിൽ വന്ന് പറയുമായിരുന്നു. നല്ല ഫാക്കൽറ്റീസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടേഴ്സ് വന്ന് മോട്ടിവേറ്റ് ചെയ്യും. ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. 9ാം ക്ലാസ്സിൽ ഓൺലൈൻ ആയിരുന്നു. അപ്പം മിക്കവാറും അന്നത്തെ ക്ലാസ് ടീച്ചർ മിക്കവാറും നമ്മളെ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിലും
ഇപ്പോഴത്തെ +1 +2 ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം എപ്പോഴും കൂടെ നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടേഴ്സ് വന്ന് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട്. അതും വീട്ടിൽ വന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പം അവന് നല്ല ഇഷ്ടമായിരുന്നു ബ്രില്യൻറ്റ് വരാനും അവിടുത്തെ എല്ലാ പരീക്ഷകളും എഴുതാനും ഇഷ്ടമായിരുന്നു. ഒരു പരീക്ഷ പോലും മുടക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അതിനോട് ചേർന്ന് പോയതുകൊണ്ട് നല്ലൊരു വിജയവും കൈയെത്തി പിടിച്ചു. ഈ വെല്ലുമിച്ചിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു കൊച്ചുമകന്റെ നേട്ടത്തിൽ ഇത്ര മാത്രം സന്തോഷിക്കുന്നു, എങ്ങനെ നോക്കുന്നു? ഭയങ്കര സന്തോഷമാണ്. എന്താണ് അനിയന് ചേട്ടന്റെ ഈ വിജയത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നല്ല സന്തോഷമുണ്ട്. ചേട്ടന്റെ വഴി തന്നെയാണോ തിരഞ്ഞെടുക്കാൻ സാധ്യത? ഞാനും തീരുമാനിച്ചിട്ടില്ല. ബ്രില്യന്റിൽ ഇപ്പം പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? 9th ഓഫ്ലൈൻ ക്ലാസ്. ചേട്ടൻ 9ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം 9ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ വിദ്യാർത്ഥി തന്നെയാണ്. ഇന്ത്യയിലെ വിവിധങ്ങളായ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ മികച്ച വിജയം നേടിയ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ, അതെ കേരളത്തിന് അഭിമാനമായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ബ്രില്യൻ വിക്ടറി ഡേയിൽ, എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ഈ ജൂലൈ 13 തീയതി നടക്കുന്ന ഈ വിക്ടറി ഡേയിൽ ദേവാനന്ദ് വരുമ്പം ദേവാനന്ദിനെ കാത്തിരിക്കുന്നത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന രീതിയിലുള്ള 10 ലക്ഷം രൂപയും ക്യാഷ് പ്രൈസുമാണ്. ഈ ഒരു നേട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം, വിജയങ്ങൾ ആഹ്ലാദിക്കാം. വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു മാതൃകയാവട്ടെ, ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.